നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. അനധികൃതമായി രാജ്യത്തേക്ക് പ്രവേശിക്കുന്നവരെ പൂട്ടാനായി രണ്ടും കൽപ്പിച്ച് പരിശോധന തുടരുകയാണ് UAE. അതിനിടയിൽ പെട്ടിയിൽ ഒളിച്ചു രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിച്ച 2 പേർ പിടിയിലായിരിക്കുകയാണ്. ഷാർജ പോർട്ട് കസ്റ്റംസ് ആൻഡ് ഫ്രീ സോൺ അതോറിറ്റിയാണ് ഇവരെ പിടികൂടിയത്. വാഹനത്തിനുള്ളിൽ ഒളിച്ചു രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. വാഹന പരിശോധനയ്ക്കിടെയാണ് ഇരുവരും അതിർത്തിയിൽ പിടിയിലായതെന്ന് കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ മുഹമ്മദ് ഇബ്രാഹിം അൽ റയീസി പറഞ്ഞു. പുറത്തു കാണാൻ കഴിയാത്ത രീതിയിൽ വിദഗ്ധമായാണ് വാഹനത്തിൽ ലഗേജിനുള്ളിൽ ഇരുവരും ഒളിച്ചിരുന്നത്. റേഡിയോളജിക്കൽ സ്കാനിംഗ് സംവിധാനം വഴിയാണ് ഇരുവരെയും കണ്ടെത്തിയത്. വാഹനത്തിന്റെ പിന്നിൽ പെട്ടിയുണ്ടാക്കി അതിലാണ് ഇരുവരും ഒളിച്ചിരുന്നത്. അതോറിറ്റിയുടെ പിടിയിലായവരെയും വാഹനവും നിയമ നടപടികൾക്കായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾക്ക് കൈമാറി. എന്നാൽ പിടിയിലായവർ ഏത് രാജ്യക്കാരാണെന്ന് വെളിപ്പെടുത്തിയിട്ടില്ല. നേരത്തെ കോൺക്രീറ്റ് മിക്സറിൽ രാജ്യത്തേക്ക് കടക്കാൻ ശ്രമിച്ച 22 പേരെ അതിർത്തി സുരക്ഷാ വിഭാഗം പിടികൂടിയിരുന്നു. ഖത്മാത്ത് മലാഹ അതിർത്തിയിലൂടെ കടക്കാൻ ശ്രമിച്ച ഇവരെ ഷാർജ സീപോർട്സ് ആൻഡ് കസ്റ്റംസ് വകുപ്പുമായി സഹകരിച്ച് ഫെഡറൽ കസ്റ്റംസ് അതോറിറ്റിയാണ് പിടികൂടിയത്. രാജ്യത്തേക്ക് അനധികൃതമായി നുഴഞ്ഞു കയറാൻ ശ്രമങ്ങൾ നടക്കുന്നതായി രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ ശക്തമായ നിരീക്ഷണത്തിലാണ് പരിശോധനാ ഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന എക്സ്റേ സ്കാനറിലൂടെയാണ് സിമന്റ് മിക്സറിൽ ഒളിപ്പിച്ച 22 നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തിയത്. 21 ഏഷ്യക്കാരും ഒരു ആഫ്രിക്കൻ വനിതയുമാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. സുരക്ഷാ കവചം ഒരുക്കിയാണ് നുഴഞ്ഞുകയറ്റക്കാരെ കൽബ പോലീസ് മിക്സറിൽ നിന്ന് പുറത്തിറക്കി അറസ്റ്റ് ചെയ്തത്. അതേസമയം ഒമാനിലേക്ക് അനധികൃതമായി കടക്കാൻ ശ്രമം നടത്തിയ 13 പേരെ ഒമാൻ കോസ്റ്റ് ഗാർഡ് പിടികൂടി. ദോഫാർ കോസ്റ്റ് ഗാർഡിന്റെ നേതൃത്വത്തിലാണ് രാജ്യത്തേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചവരെ അറസ്റ്റ് ചെയ്തത്. അറബ് രാജ്യങ്ങളിൽ നിന്നും 3 ബോട്ടുകളിലായി എത്തിയ 13 പേരെയാണ് കോസ്റ്റ് ഗാർഡിന്റെ സംഘം പിടികൂടിയത്. ഇവർക്കെതിരെയുള്ള നിയമ നടപടികൾ പൂർത്തീകരിച്ചു കഴിഞ്ഞുവെന്നും റോയൽ ഒമാൻ പോലീസ് പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അതേസമയം ഒമാനിലെ വിവിധ ഗവർണറേറ്റുകളിൽ മോഷണം നടത്തിയ ഒരു അറബ് വംശജനെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. മസ്കറ്റ്, ദോഫാർ, നോർത്ത് അൽ ബത്തിന ഗവർണറേറ്റുകളിലെ നിരവധി വീടുകളിൽ നിന്നും അതുപോലെ കടകളിൽ നിന്നും പണവും സ്വകാര്യ വസ്തുക്കൾ മോഷ്ടിച്ചതിനുമാണ് അറബ് പൗരനെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തത്. വടക്കൻ അൽ ബാത്തിന ഗവർണറേറ്റ് പോലീസ് കമാൻഡറുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. പിടിയിലായ അറബ് വംശജനെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞുവെന്ന് റോയൽ ഒമാൻ പോലീസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.